അർദ്ധരാത്രി. ഇരുട്ട് കനത്തു. കോടമഞ്ഞിറങ്ങി. മരം കോച്ചുന്ന തണുപ്പ്. അവർ ചാരിയിരുന്നുറങ്ങുന്ന മരങ്ങൾക്ക് മുകളിൽ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ആരും അറിഞ്ഞില്ല. കാട്ടുവള്ളികളിൽ തൂങ്ങി കുറേ നിഴൽ രൂപങ്ങൾ താഴേക്കിറങ്ങി. അല്പം പോലും ശബ്ദം പുറത്തു വന്നില്ല. അവർ തീവട്ടികളുടെ വെളിച്ചം കെടുത്തി. വേൽക്കാരുടെയും മറ്റും അടുത്തിരുന്ന ആയുധങ്ങൾ ശബ്ദമുണ്ടാക്കാതെ എടുത്തു മാറ്റി. വണ്ടിയിലെ പേടകങ്ങൾ അവർ താങ്ങിയെടുത്ത് പുറത്തു വച്ചു. അപരിചിതരായ കുറേ പേർ അടുത്തു വന്നതിൽ കാളകൾ അസ്വസ്ഥരായി. ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. 2 മല്ലന്മാർ ഞെട്ടി ഉണർന്നു. നിലാവിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അവ്യക്തമായ കുറേ രൂപങ്ങൾ. അവർ ചാടി എഴുന്നേറ്റു. "യാരടാ നീങ്ക?" പെട്ടെന്ന് പിന്നിലൂടെ ഇരുമ്പ് കൂടം കൊണ്ട് ഊക്കനടി. തലച്ചോറ് ചിതറി അവർ നിലത്ത് വീണു. പടയാളി സംഘം ഞെട്ടി ഉണർന്നു. എല്ലാവരും അടുത്തുണ്ടായിരുന്ന ആയുധങ്ങൾ തിരിഞ്ഞു. തിരിച്ചൊന്നും ചെയ്യാനാകാത്ത അവസ്ഥ. ആ ഗൂഢസംഘം അവരെ തലങ്ങും വിലങ്ങും തല്ലി. ഗദയും കത്തിയും വിഷം പുരട്ടിയ അമ്പും കൊണ്ടാണ് അവർ പാണ്ഡ്യസംഘത്തെ ആക്രമിച്ചത്. ഒരു സ്ത്രീയാണ് നേതാവ്. എല്ലാം കണ്ടും ആജ്ഞകൾ നൽകിയും അവൾ കളം നിറഞ്ഞു. കൂട്ടത്തിൽ ഏറ്റവും അപകടകാരി അവളായിരുന്നു. എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവരെ ഇരുമ്പ് കൂടം കൊണ്ട് അവൾ അടിച്ചു വീഴ്ത്തി. കഞ്ചാവിൻ്റെ കെട്ടുവിട്ട കറുപ്പൻ അവളുടെ രൂപം കണ്ട് ഭയന്ന് നിലവിളിച്ചു. അവൾക്ക് വലിയ 2 കൊമ്പുകൾ. അയാൾ രണ്ടാമതൊന്ന് ചിന്തിക്കുന്നതിന് മുന്നേ തലയിൽ കൂടം കൊണ്ടടി. നിലത്ത് നിന്നും എഴുന്നേൽക്കാൻ പോലും ആകാതെ അയാൾ പ്രാണൻ വിളിച്ചു. അവൾ ചുറ്റും നോക്കി. ഇത്തിരിയെങ്കിലും ജീവനോടെ ആരെങ്കിലും അവശേഷിച്ചിരിപ്പുണ്ടോ എന്ന്. പാതി ജീവനോടെ പിടയുന്ന മുനിയാണ്ടിയുടെ അടുത്ത് വന്ന് അവൾ വികൃതമായി ചിരിച്ചു. അരയിൽ നിന്ന് ഒരു കത്തിയെടുത്ത് അയാളുടെ കഴുത്ത് മുറിച്ചു. അവളുടെ മുഖം നിറയെ ചോര തെറിച്ചു. എല്ലാവരും മരിച്ചു എന്നുറപ്പിച്ചപ്പോൾ അവർ വണ്ടികൾ മുഴുവൻ അരിച്ചു പറക്കി. പേടകങ്ങൾ തുറന്നു. ആയുധങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. അവൾ ആയുധങ്ങളെടുത്ത് നിലത്ത് വച്ചു. ഇഷ്ടമുള്ളതെടുക്കാൻ കിങ്കരന്മാർക്ക് അനുമതി നൽകി. അവർ കയ്യിലെ ആയുധങ്ങൾ കാട്ടിലേക്ക് എറിഞ്ഞു. ഇഷ്ടമുള്ളത് ഓരോരുത്തരായി തിരഞ്ഞെടുത്തു. അവൾ മാത്രം ഒന്നും എടുത്തില്ല. കയ്യിലെ വലിയ കൂടം തന്നെ ധാരാളം. കൊള്ളയടിച്ച മുതൽ കൊണ്ടുപോകാൻ ഒരുങ്ങും മുന്നേ അവൾ അരയിൽ നിന്നും തടിപ്പിടിയുള്ള ഒരു ഇരുമ്പ് ദണ്ടെടുത്തു. തീവട്ടിയിൽ എണ്ണ പകർന്ന് കത്തിച്ച് ഇരുമ്പ് തീയിലേക്ക് കാട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ദണ്ട് ചുട്ടു പഴുക്കാൻ തുടങ്ങി. അവൾ മൃതദേഹങ്ങളുടെ അടുത്തെത്തി. കവിളിൽ ദണ്ട് കൊണ്ട് തൊട്ടു. അതിൻ്റെ അഗ്രത്തുണ്ടായിരുന്ന അടയാളം ഓരോരുത്തരുടെയും മുഖത്ത് പതിഞ്ഞു. എരുമയുടെ മുഖം.